മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ബാബു ആന്റണി ഇനി ക്യാമറയ്ക്ക് പിന്നിൽ ആക്ഷനും കട്ടും പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന പിയാനോ എന്ന ചിത്രത്തിന്റെ എഴുത്തിന്റെ തിരക്കിലാണ് ബാബു ആന്റണി ഇപ്പോൾ. താരങ്ങളെ നിശ്ചയിച്ച ശേഷം കഥയും തിരക്കഥയും ഒരുക്കി സിനിമ ചെയ്യുന്ന പതിവ് രീതിയിലായിരിക്കില്ല, മറിച്ച് കഥയ്ക്ക് അനുയോജ്യരായ താരങ്ങളെ മാത്രമാവും തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തുകയെന്ന് ബാബു ആന്റണി പറഞ്ഞു. വളരെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഞാനിപ്പോൾ ഈ ഫിലിം മേക്കിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലൊരു കഥ ആദ്യം കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു കഥ കണ്ടുപിടിച്ചു, പിന്നെ സ്ക്രിപ്റ്റിലേക്ക് കിടക്കുക, സ്ക്രീൻ പ്ലേ ഡയലോഗിലേക്ക് കിടക്കുക, അത് കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങിലേക്ക് പോകുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫിലിം മേക്കിംഗ് മിക്കവാറും ഒരു 99% നടക്കുന്നത് ആൾക്കാരെ കണ്ടുകൊണ്ട് കഥ എഴുതി അതിനനുസരിച്ച്, അതായത് സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുന്ന ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് പെട്ടെന്നൊരു ബിസിനസ് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് ഇപ്പം ഞാൻ കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലെവലിലുള്ള അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ് സംഭവം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളത് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളിത്തിരയിൽ ആക്ഷൻ വിസ്മയം തീർത്ത താരത്തിന്റെ ആദ്യ സംവിധാന സംരംഭം പക്ഷേ ആക്ഷൻ ത്രില്ലറായല്ല ഒരുക്കുന്നത്. സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു പ്രണയകഥയാണ് പിയാനോ പറയുന്നത്. ഇല്ലില്ല, ഞാൻ കണ്ടെത്തിയിരിക്കുന്ന എൻ്റെ പശ്ചാത്തലം റൊമാൻസാണ്. ഒരു ലവ് ആണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു തീം. പിന്നെ കുറച്ച് മ്യൂസിക് ഓറിയൻറ്റഡ് ആണ്. നല്ല മ്യൂസിക്, നല്ലൊരു, അതായത് ഈസ്റ്റേൺ മ്യൂസിക്കും നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക്കും കൂടെ ഒരു ഫ്യൂഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ മ്യൂസിക്കൽ ലവ് സ്റ്റോറി വിത്ത് ലോട്ട് ഓഫ് ഇൻറ്റൻസ് ഇമോഷൻസ്. ഡെന്നീസ് ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ഛായാഗ്രഹണം ജേനൻ വിൻസെന്റ് നിർവഹിക്കും. ഐസക് തോമസ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിലെ പാട്ടുകളിലൊന്ന് ബാബു ആന്റണിയുടെ ഭാര്യയും പാടിയിട്ടുണ്ട്. ഒരു വിദേശ വനിതയടക്കം 4 പേരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. വിണ്ണൈ താണ്ടി വരുവായിലും ഗ്രാൻഡ് മാസ്റ്ററിൽ ലഭിച്ചതുപോലുള്ള മികച്ച വേഷങ്ങൾ ലഭിച്ചാൽ അഭിനയത്തിലും താൻ സജീവമാകുമെന്ന് ബാബു ആന്റണി പറഞ്ഞു. Entertainment Desk, India Vision.